അടുത്ത നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോർഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലാസ്. ക്ലാസ് ഇൻ C++. ക്ലാസ് ഇൻ C++. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിലാവശ്യമുള്ള ഡേറ്റ വാല്യൂസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനെ യൂസ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ സിംഗിൾ ഡേറ്റ വാല്യൂസായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് ഡേറ്റ വാല്യൂസിനെ അറേസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡേറ്റ വാല്യൂസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്തും ആവശ്യമുള്ള ഡേറ്റ വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ഇനി നമ്മൾ ഈ പറയാൻ പോകുന്ന ക്ലാസസ് ഇൻ C++ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മുതൽ അങ്ങോട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന, അതായത് നമുക്കൊരു പ്രോഗ്രാമിൽ ആവശ്യമുള്ള ഡേറ്റയും ഫങ്ഷൻസും, കുറച്ച് ഡേറ്റ വാല്യൂസ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫങ്ഷൻസ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ യൂണിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് ക്ലാസ് എന്ന് പറയുക. ഓക്കെ, സോ ക്ലാസ് ഈസ് ദി വേ ടു ബൈൻഡ് ഡേറ്റ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഫങ്ഷൻസ് ടുഗദർ. നമുക്കൊരു പ്രോഗ്രാമിൽ ആവശ്യമുള്ള ഡേറ്റ വാല്യൂസിനെയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഫങ്ഷൻസിനെയും കൂടി ബൈൻഡ് ചെയ്ത് ഒരൊറ്റ യൂണിറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുക. ഓക്കെ, ക്ലാസ് ഈസ് നത്തിങ് ബട്ട് ദ വേ ടു ബൈൻഡ് ഡേറ്റ വാല്യൂസ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഫങ്ഷൻസ് ടുഗദർ. അപ്പം ക്ലാസ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ക്ലാസ് ഡിക്ലറേഷൻ. രണ്ട്, ക്ലാസ് ഫങ്ഷൻ ഡെഫിനിഷൻ. ക്ലാസ് ഡിക്ലറേഷൻ ആൻഡ് ക്ലാസ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഡിക്ലറേഷൻ, നേരത്തെ നമ്മൾ ഡിക്ലറേഷൻസ് കണ്ടിട്ടുള്ളതാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നത്തിങ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഇൻഫോം ദി കമ്പൈലർ അബൌട്ട് ദ ഡേറ്റ വാല്യൂസ് ഓർ ദ ഫങ്ഷൻസ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ അവർ പ്രോഗ്രാം. പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡേറ്റ വാല്യൂസിനെ കുറിച്ചോ കമ്പൈലറിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഹിയർ വി ആർ talking about class declaration. So the information given to the compiler is about the class, that's all. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ ആണെങ്കിൽ വേരിയബിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യും. ക്ലാസ് ഡിക്ലറേഷൻ ആണെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ആ ക്ലാസ്സിൽ വാട്ട് ആർ ഓൾ ദി ഡേറ്റ വാല്യൂസ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ അവർ ക്ലാസ്, വാട്ട് ആർ ഓൾ ദി ഫങ്ഷൻസ് വി ആർ യൂസിങ് ഇൻ അവർ ക്ലാസ്, ദീസ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു ദി കമ്പൈലർ. That statement is called that part of the program is called a class declaration. അതാണ് ക്ലാസ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസ് ഫങ്ഷൻ ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് വി ആർ ഹാവിങ് സം ഫങ്ഷൻസ്, വി ആർ യൂസിങ് സം ഫങ്ഷൻസ് ഇൻ ദറ്റ് ക്ലാസ്. ആ ക്ലാസ്സിൽ ആവശ്യമുള്ള ഡേറ്റ വാല്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഫങ്ഷൻസ് അതിനോടൊപ്പം തന്നെ നമ്മൾ ബൈൻഡ് ചെയ്യുകയാണ്. സോ വി നീഡ് ടു ഡിഫൈൻ what are all the steps required to complete that operation. That part is called a function definition. അതിനെയാണ് ഫങ്ഷൻ